ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഫിലോസഫി തേർഡ് സെമിസ്റ്ററിലെ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഫിലോസഫിയിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് സബ്ജക്റ്റിവിറ്റി. Language is a diverse medium of communication, including script, speech and science. ലാംഗ്വേജ് അഥവാ ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണെന്ന് നമുക്കറിയാം. അതിനകത്ത് സ്ക്രിപ്റ്റ് ഉണ്ട്, അതായത് എഴുത്ത് ഭാഷയുണ്ട്, സ്പീച്ച് സംസാര ഭാഷയുണ്ട്, ആൻഡ് സയൻസ് അടയാളങ്ങളുണ്ട്. അതായത് ഈ സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആംഗ്യ ഭാഷ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഒരാളുടെ നോട്ടം, ഭാവം തുടങ്ങിയതിലൂടെയും നമുക്ക് ഈ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ വേണ്ടി കഴിയും. ഇറ്റ് കൺസ്ട്രക്ട്സ് മീനിങ്, ഷേപ്പിംഗ് അവർ ഐഡൻറ്റിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി. നമുക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി തരുന്നതെല്ലാം ഈ ഭാഷയിലൂടെയാണ്. Modern language is a social system based on differences with arbitrary connections between words and their meanings. ഇനി ഈ ലാംഗ്വേജിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറൻസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു വാക്കിൻ്റെ അർത്ഥവും വേറൊരു വാക്കിൻ്റെ അർത്ഥവും അതുപോലെ ഒരു ശബ്ദവും വേറൊരു ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഭാഷ രൂപപ്പെടുത്തിയിട്ടുള്ളത്. വേർഡ് മീനിങ്സ് ഡിപ്പെൻഡ് ഓൺ റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് യൂസ് വിത്തിൻ കൾച്ചറൽ കണ്ടെക്സ്റ്റ്. ഇനി ഒരു ഭാഷയിലെ ഒരു വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഈ ബുക്ക് എന്ന് പറയുന്നൊരു വാക്ക് ഈ പുസ്തകം എന്ന് പറയുന്ന വസ്തുവുമായിട്ട് ആ വാക്കിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാക്ക് നമുക്ക് പരിചിതമാവുന്നത്. കുറച്ചുകൂടി മനസ്സിലാവുന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അടിച്ചു പൊളിക്കുക എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ ഭാഷയ്ക്കകത്ത്. സാധാരണഗതിക്ക് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ തകർക്കുക, നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു പൊളിച്ചു, തകർത്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സമയത്ത് നശിപ്പിക്കുക എന്നല്ല, എൻജോയ് ചെയ്യുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ആ രീതിയിൽ കാലക്രമേണ നമ്മൾ എങ്ങനെയാണോ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാവും. അതായത് ഈ ഭാഷയ്ക്കകത്ത് ഓരോ വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാവുന്നത് നമ്മളത് റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ആത്മനിഷ്ഠ അല്ലെങ്കിൽ ആത്മബോധം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഡിഫൈൻഡ് ആസ് എ പേഴ്സൺസ് അവെയർനെസ്, ഫീലിങ്സ്, ബിലീവ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ചോയ്സസ്. ഒരാളുടെ ഫീലിങ്സ്, അയാളുടെ വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ തുടങ്ങിയിട്ട് അയാളുടെ ബോധത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് സബ്ജക്റ്റിവിറ്റിയിൽ വരുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ പവർ റിലേഷൻസ് ഇൻ സൊസൈറ്റി, മോൾഡഡ് ബൈ കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. ഇതിൽ പറയുന്നത് ഒരാളുടെ സബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് ആത്മബോധം ഉണ്ടാവുന്നതിൽ സമൂഹത്തിൻ്റെ കൾച്ചറിനും ലാംഗ്വേജിനും വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് ജനിച്ചു വളരുന്ന ഒരാളുടെ കൾച്ചർ ആയിരിക്കില്ല നമ്മുടെ നാട്ടിൽ ജനിച്ചു വളരുന്ന ഒരാളുടെ കൾച്ചർ ഉണ്ടായിരിക്കുക. കാരണം അവിടെ പഠിക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും സമൂഹത്തിലുള്ള കാര്യങ്ങളും വ്യത്യാസമാണ് എന്നുള്ള കാരണം കൊണ്ട് അതിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ടിട്ടാണ് ഒരാളുടെ ആത്മബോധം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജും, ഭാഷ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നത് ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വാക്കുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നതും അതുപോലെ തന്നെ ഓരോ ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുന്നതിനും ഈ വാക്കുകളും ലാംഗ്വേജും പ്രധാനമാണ് എന്നുള്ള കാരണം കൊണ്ട് കൾച്ചർ പോലെ തന്നെ ലാംഗ്വേജും ഒരാളുടെ സബ്ജക്റ്റിവിറ്റി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് ഐഡൻറ്റിറ്റീസ്, ഡിഫൈനിങ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ സൊസൈറ്റൽ നോംസ്. ഇനി ലാംഗ്വേജ് ഒരാളുടെ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരാൾക്ക് പേരിടുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേകതരം പേരും പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകതരം പേരുമാണ്. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. ആ രീതിയിൽ ഒരാളുടെ ഐഡൻറ്റിറ്റീനെ
സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിക്കുന്ന തരത്തിലാണ് ഈ ലാംഗ്വേജ് പ്രവർത്തിക്കുന്നത്. ഈ പേരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് സമൂഹം അവരോട് ഇടപെടുന്നതിൽ ഒക്കെ തന്നെയും ഇതുപോലെ ഒരാളെ ഇതുപോലെ ഒരു സ്ത്രീ എന്ന നിലയിലോ അല്ലെങ്കിൽ പുരുഷൻ എന്ന നിലയിലോ അതല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഓരോ വിവിധ ക്ലാസ്സുകൾ എന്നുള്ള നിലയിലോ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ആത്മബോധമാണ്. അയാളുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, അയാളുടെ തീരുമാനങ്ങൾ, അയാളുടെ ജീവിത വീക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സബ്ജക്റ്റിവിറ്റിയിൽ വരുന്നത്. ഇത് രൂപീകരിക്കുന്നതിൽ കൾച്ചറിനും ലാംഗ്വേജിനും വലിയ പങ്കുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി പറയുന്നത് ഏജൻസി. ഏജൻസി ഈസ് എ കപ്പാസിറ്റി ടു പെർഫോം എ മിഷൻ ഇൻഫ്ലുവൻസിങ് ഇവൻറ്റ്സ് ഓർ പീപ്പിൾ. ഏജൻസി അല്ലെങ്കിൽ ഏജൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ആ കാര്യം ചെയ്യുന്ന ആളെയാണ് ഏജൻറ്റ് അല്ലെങ്കിൽ ഏജൻസി എന്ന് പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് മീനിങ് ആർ ടൈഡ് ടു ക്ലാസ്, പവർ ആൻഡ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടക്സ്റ്റ്. ഇനി ലാംഗ്വേജ് ഒരു ഏജൻസി എന്ന നിലയിൽ വരുന്ന സമയത്ത് അത് ക്ലാസ്, വർഗം, അധികാരം, അതുപോലെ തന്നെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഡിസ്കോഴ്സ്, ദ കണ്ടക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷേപ്സ് ഹൗ ലാംഗ്വേജ് ആൻഡ് മീനിങ് ആർ ഇൻ്റർപ്രറ്റഡ്. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വർഗ, രാഷ്ട്രീയ, അതുപോലെ തന്നെ അധികാര, സാമ്പത്തിക, സാമൂഹികമായിട്ടുള്ള ഏത് കണ്ടക്സ്റ്റിലാണ് ഭാഷ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ട് ഈ വാക്കുകളുടെ അതുപോലെ തന്നെ ഭാഷയുടെയും അർത്ഥത്തിന് വ്യത്യാസം വരും. ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ പരസ്പരം ഫ്രണ്ട്ലി ആയിട്ട് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ആ വാക്കുകൾ ഒരുപക്ഷെ നമ്മൾ ഫോമലായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് മോശമാണ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതായത് ഒരു കണ്ടക്സ്റ്റിൽ അതിന് ഒരു മീനിങ് ആണ്, വേറെ കണ്ടക്സ്റ്റിൽ അതിന് വേറെ മീനിങ് ആണ് എന്നുള്ളതാണ് നമുക്ക് ചെറിയൊരു ഉദാഹരണമായിട്ട് അതിന് നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ഓരോ വസ്തുക്കൾക്ക് ജെൻഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മരം എന്ന് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ, അതിനെ കാ എന്നാണോ കീ എന്നാണോ പറയേണ്ടത് എന്നുള്ള രീതിയിൽ ഓരോ വസ്തുക്കൾക്കും അതുപോലെ ജെൻഡർ കൊടുത്തിട്ടുള്ളൊരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. പല ഭാഷകളിലും അതുപോലെ ഉണ്ട്. ഇപ്പോൾ മലയാളത്തിലും അതുപോലെ പുഴ, അതുപോലെ തന്നെ ഈ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പൂക്കൾ, അതിനെയൊക്കെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയിട്ടും ചില കാര്യങ്ങൾ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ഭാഷയിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ സമൂഹത്തിൻ്റെ ഒരു അധികാരവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു സങ്കല്പങ്ങളും രാഷ്ട്രീയവും ഒക്കെ നമുക്ക് അതിനകത്ത് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അത്തരം കാര്യങ്ങളാണ് ലാംഗ്വേജ് ഒരു ഏജൻസി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത കൺസെപ്റ്റ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ബർഗർ, ലക്മാൻ എന്നിവയുള്ള രണ്ട് പേരാണ് അവരുടെ പുസ്തകത്തിൽ ഈ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പൊതുവായിട്ട് പറയുന്നത്. സോഷ്യൽ കൺസ്ട്രക്ഷൻ പെർ ബർഗർ ആൻഡ് ലക്മാൻ ഇൻവോൾവ്സ് ഷെയർഡ് ഫോക്ലോർ, സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് ബിലീഫ്സ്. ഫോക്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടൻ കഥകൾ, നാടോടി കഥകൾ എന്നൊക്കെയുള്ള സംഭവങ്ങളാണ്. അതായത് ഒരു നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള കഥകൾ. അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യൻസ് ഓരോ വിശ്വാസങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളൊരു വഴിക്ക് പോകുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച നമ്മുടെ കുറുകെ ചാടിക്കഴിഞ്ഞാൽ അത് തടസ്സമാണ് എന്നുള്ള വിശ്വാസം ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എന്താണ് കണി കാണുന്നത് എന്നുള്ളത് നമ്മുടെ അന്നത്തെ ദിവസത്തെ സ്വാധീനിക്കും. അങ്ങനെയൊക്കെയുള്ള ഓരോ സൂപ്പർസ്റ്റിഷ്യൻസ്, അതുപോലെ ഓരോ വിശ്വാസങ്ങളൊക്കെ ഓരോ നാട്ടിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആണ് ഒരാളുടെ റിയാലിറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. Social interactions generate networks for the distribution of knowledge, forming mental pictures and beliefs. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് ഇത്തരം അറിവുകളും വിശ്വാസങ്ങളൊക്കെ അയാൾക്ക് ലഭിക്കുന്നത്. Institutionalization is a process through which habits and local practices become sources of knowledge. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു പ്രദേശത്തുള്ള വിശ്വാസങ്ങൾ, അവിടുത്തെ രീതികൾ, ഇപ്പോൾ വസ്ത്രധാരണ രീതികളായിരിക്കാം, അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണ രീതികളായിരിക്കാം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ഓരോ ആചാരങ്ങളോ വിശ്വാസങ്ങളോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരാളിലേക്ക് വരുന്നതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നാണ് പറയുന്നത്. സിംബോളിക് യൂണിവേഴ്സ്
ഈ സിംബോളിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആൾക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസങ്ങളെയൊക്കെ ചേർത്തുകൊണ്ടാണ് അയാൾ ഒരു ലോകത്തെ നോക്കിക്കാണുന്നത്. അതാണ് സിംബോളിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ലോക്കലി എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസ് ഇൻഫ്ലുവൻസ് ഹൗ ഇൻഡിവിജ്വൽ പെർസീവ് ആൻഡ് ഡീൽ വിത്ത് റിയാലിറ്റി. ഒരാൾ യാഥാർത്ഥ്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, ഏത് കൾച്ചറിലാണ് ഒരാൾ ജനിച്ചു വളരുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അയാളുടെ റിയാലിറ്റി രൂപീകരിക്കപ്പെടുന്നത്, അയാൾ ലോകത്തെ വീക്ഷിക്കുന്നത്. അത്തരം വിശ്വാസങ്ങൾ, അതിൽ മതവിശ്വാസങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടും. ഇപ്പോൾ ഓരോ പ്രദേശത്ത് ഓരോ മതവിശ്വാസങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലുള്ള കാര്യങ്ങളും ആ നാട്ടിലുള്ള മറ്റ് കൾച്ചറും ഒക്കെ അയാളുടെ ഈ ഒരു ലോകവീക്ഷണത്തെ സ്വാധീനിക്കും. അതാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി. ലാംഗ്വേജ് ക്യാരീസ് ദ ഹിസ്റ്ററി ഓഫ് എ പ്ലേസ് ഓർ പീപ്പിൾ ആൻഡ് ഈസ് ഇൻ്റർവൈൻഡ് വിത്ത് നാഷണൽ ഐഡൻറ്റിറ്റി. നമുക്കറിയാവുന്നതുപോലെ ഭാഷയിലൂടെയാണ് ചരിത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഒരു ദേശത്തിൻ്റെയോ ഒരു ജനതയുടെയോ ഒക്കെ ചരിത്രം എഴുതപ്പെടുന്നതും വായിക്കപ്പെടുന്നതുമെല്ലാം ലാംഗ്വേജിലൂടെയാണ്. ആ രീതിയിൽ ഈ നാഷണൽ ഐഡൻറ്റിറ്റി, ഒരു ദേശീയത, അതുപോലെ തന്നെ ദേശീയ വ്യക്തിത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഭാഷകൾക്ക് വലിയ പങ്കാണുള്ളത്. സിൻടാക്സ് ഓർഗനൈസസ് ലാംഗ്വേജ് റൂൾസ് ആൻഡ് ബിക്കംസ് എ മീൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഫോർമലൈസിങ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാമർ ടേമാണ്. അതായത് ഗ്രാമറിലുള്ള റൂൾസുകളെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അതാണ് ഒരു ലാംഗ്വേജിനെ ഫോർമലൈസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഗോവയിലൊക്കെ ചില ഭാഷകൾക്ക് സംസാര ഭാഷ മാത്രമേ ഉള്ളൂ, എഴുത്തുലിപി ഇല്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു സിൻടാക്സ്, ഒരു ഗ്രാമറിൻ്റെ റൂൾസൊക്കെ വരുമ്പോഴാണ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടത് മാറുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പ്രിൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഫോർജിങ് നാഷണൽ ഐഡൻറ്റിറ്റി ആൻഡ് റേസിംഗ് അവയർനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണൽ ഐഡൻറ്റിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഘടകം ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഒരു രാജ്യം എന്ന് പറയുന്നത് സാധാരണഗതിക്ക് ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇറ്റലിയിൽ ഇറ്റാലിയൻ സംസാരിക്കുന്നവരാണ്, ജർമ്മനിയിൽ ജർമ്മൻ സംസാരിക്കുന്നവരാണെന്ന രീതിയിലാണ്. ഇന്ത്യയിൽ വ്യത്യസ്തമുണ്ട്. ഇന്ത്യയിൽ പല ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു ഭാഷ സംസാരിക്കുന്നവരാണ്. ആ രീതിയിൽ നാഷണൽ ഐഡൻറ്റിറ്റിക്ക് ഈ ലാംഗ്വേജിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കൂടാതെ ഈ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ പ്രിൻ്റ് പുസ്തകങ്ങളും ഒക്കെ വന്നത് മുതൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളും സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ അതിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതിലൂടെ ആളുകൾ കൂടുതൽ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നതിന് ലാംഗ്വേജ് കാരണമായിട്ടുണ്ട്. പവർ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഷേപ്സ് സോഷ്യൽ ഐഡൻറ്റിറ്റി ത്രൂ സ്പെസിഫിക് സ്പീച്ച് സ്റ്റൈൽസ് ആൻഡ് ഇൻഫ്ലുവൻസസ് സൊസൈറ്റൽ റിലേഷൻഷിപ്സ്. ഇനി ലാംഗ്വേജ് സോഷ്യൽ ഐഡൻറ്റിറ്റി രൂപീകരിക്കുന്നതാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ഓരോ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് ഓരോ സംസാര ശൈലികളുണ്ടായിരിക്കും, ഓരോ സ്ലാങ്ങുകൾ എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലാളികൾക്കിടയിൽ, ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിലൊക്കെ പ്രത്യേകമായിട്ടുള്ള സംസാര ശൈലികളുണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ഓഫീസുകൾക്കകത്തൊക്കെ ഉള്ള ആളുകൾ സംസാരിക്കുന്നത്. അവരുടെ യാഥാർത്ഥ്യം ഇവരുടെ യാഥാർത്ഥ്യം വ്യത്യാസം ഉണ്ടായിരിക്കും. ആ രീതിയിൽ ഈ ലാംഗ്വേജ് സോഷ്യൽ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇൻറ്ററാക്ഷനെ അത് സ്വാധീനിക്കുന്നുണ്ട്. Words have power as seen in caste-specific terms and insults based on historical occupation. ഇനി നമുക്കറിയാം ഈ ലാംഗ്വേജിന് പവർ ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജാതി പേര് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ യൂറോപ്യൻ അതുപോലെ അമേരിക്കൻ കണ്ടക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വംശീയമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ രീതിയിൽ ഈ ലാംഗ്വേജ് ഒരു പവർ ടൂൾ എന്നുള്ള രീതിയിൽ, അധികാരം കാണിക്കുന്ന ഒരു ടൂൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ലാംഗ്വേജ് എംബഡീസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്ലാസ്, കാസ്റ്റ്, റേസ് ആൻഡ് ജെൻഡർ റിഫ്ലക്റ്റിംഗ് സൊസൈറ്റൽ ഡൈനാമിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ഒരു സമൂഹത്തിൻ്റെ വിവിധ വർഗങ്ങളോട്, ജാതികളോട്, വംശങ്ങളോട്, അതുപോലെ തന്നെ ജെൻഡറുകളോട് ഉള്ള സമീപനം എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ലാംഗ്വേജ് ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി മൊഡ്യൂളിൽ അവസാനമായിട്ട് പറയുന്നത് കൊളോണിയലിസം ആൻഡ് ലാംഗ്വേജ്. Colonialists associated with Oriental languages and cultures, later deeming them primitive.
നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിരുന്നു. ഈ സമയത്ത് ഈ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഭാഷകളെല്ലാം പ്രിമിറ്റീവ്, പ്രാകൃതമെന്നും വില കുറഞ്ഞതും എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. മിഷണറീസ് ലേൺഡ് ലോക്കൽ ലാംഗ്വേജസ് ടു പ്രീച്ച് ഓർ കൺവേർട്ട്, റീപ്ലേസിങ് ഇൻഡിജിനസ് ലാംഗ്വേജസ് വിത്ത് ഇംഗ്ലീഷ് ഓർ സ്പാനിഷ്. ഇനി ഈ മിഷണറീസ് ഇവരുടെ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭാഷ പഠിക്കേണ്ടായി. കാരണം ഇവിടുത്തെ ആളുകളോട് സംസാരിക്കണമെങ്കിൽ ഇവിടുത്തെ ഭാഷ പഠിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിൽ അവർ ഇവിടുത്തെ ഭാഷ പഠിക്കുകയും അങ്ങനെ അതിലൂടെ അവരുടെ മതവും ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അതിനുശേഷം അവർ നമ്മുടെ ഭാഷയെല്ലാം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷും, ഇന്ത്യയിലാണെങ്കിൽ ഇംഗ്ലീഷും, അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കയിലാണെങ്കിൽ സ്പാനിഷും, ആഫ്രിക്കയിലാണെങ്കിൽ ഫ്രഞ്ചും, അവിടെയാണ് അവർക്ക് കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്നത്. ആ രീതിയിൽ അവരുടെ ഭാഷ അവിടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലാംഗ്വേജ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ജസ്റ്റിഫൈയിങ് കൾച്ചറൽ സുപ്പീരിയോറിറ്റി, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് മോഡേണൈസേഷൻ. നമുക്കറിയാം ലാംഗ്വേജിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ രീതിയിൽ ഇവരുടെ സാംസ്കാരികമായിട്ടുള്ള സുപ്പീരിയോറിറ്റി അവർ നമ്മളെക്കാൾ മുകളിലാണ് എന്ന് പറയുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഇക്വാലിറ്റി, ലിബർട്ടി, മോഡേണൈസേഷനൊക്കെ ആ ഭാഷയിലൂടെയാണ് വരിക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു വലിയ വിലയൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത മോശമാണെന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ ലാംഗ്വേജിൻ്റെ പവറും അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള അതിനുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.